ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീ സക്സസ് കോഴ്സ്. പ്രീ സക്സസ് കോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, എല്ലാവരും ഇപ്പോൾ ഡിഗ്രി ലെവൽ, ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സഹായമാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ് സെൽഫ് അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീയിങ് 10%? അതായത് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു സം ഓഫ് മണി അതിൻ്റെ 3 ഇരട്ടിയാവുന്നത് എത്ര കൊല്ലം കൊണ്ടാണ്, എത്ര കൊല്ലം ഇയർ കൊണ്ടാണ് ഒരു സം ഓഫ് മണി അതിൻ്റെ 3 ടൈംസ് ആവുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ. ഇത് കഴിഞ്ഞ 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്: ഓപ്ഷൻ എ 15, 15, ഓപ്ഷൻ ബി 20, 20, അതുപോലെ തന്നെ ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 18, 10, 18. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. പലതും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു ആൻസർ ആയിരിക്കും കിട്ടുക. അതിന് പകരം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഒരു സം ഓഫ് മണി, അത് നമുക്ക് 100 ആണെന്ന് വിചാരിക്കാം. 100 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി എന്ന് വിചാരിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ അത് 300 ആവുന്ന ടൈം എപ്പോഴാണെന്നാണ്. 100 മണി ഇൻവെസ്റ്റ് ചെയ്യാം 10% ഇൻട്രസ്റ്റിൽ, അത് 300 ആവുന്ന എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 300 ആണ് നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ട് എങ്കിൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 200 ആയിരിക്കും. 200 ആയിരിക്കും നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. ഇതാണെന്ത് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനൊരു സിമ്പിൾ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ മണി ട്രിപ്പിൾ ചെയ്യുന്നതാണ് പറയുന്നത്, 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. നമ്പർ ഓഫ് ഇയേഴ്സ് ഈക്വൽ ടു ട്രിപ്പിൾ ചെയ്യാണെന്ന് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 10 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആൻസർ എന്ത് വരും? രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 20 എന്ന് വരും. ഈ 20 ഇയേഴ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ വളരെ സിമ്പിളാണ്. മണി ട്രിപ്പിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രിപ്പിൾ ചെയ്യാണെന്ന് പറഞ്ഞാൽ 3 ടൈംസ് ആവുകയാണെന്ന് പറഞ്ഞാൽ 200 ബൈ നമുക്ക് തന്നിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ഡബിൾ ചെയ്യാണെന്ന് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 ബൈ തന്നിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എത്ര വരും? 100 ബൈ 10 വരും. അതിന് ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നു കഴിഞ്ഞാൽ എത്ര ഇയേഴ്സ് കൊണ്ട് ഒരു മണി ട്രിപ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ 4 ടൈംസ് കൂടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 300 ബൈ ആ തന്നിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യാം. ഈ രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 20 എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനോട്ട് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡഡ് ബൈ 9 and 15 ലീവ്സ് എ റിമൈൻഡർ 7 ഇൻ ഈച്ച് കേസ്. ഇത് കഴിഞ്ഞ അസിസ്റ്റൻറ്റ് ജയിലർ 2016 ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യൻ? 9 കൊണ്ടും 15 കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 റിമൈൻഡറായി വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 52. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അതിങ്ങനെയാണ്: നമ്പർ ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്മോളസ്റ്റ് നമ്പർ ഈക്വൽ ടു LCM, ഈ തന്നിട്ടുള്ള സംഖ്യകളുടെ LCM പ്ലസ് നമുക്ക് തന്നിട്ടുള്ള റിമൈൻഡർ. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ
ഈ രീതിയിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനുകൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ്? 9ഉം 15ഉമാണ് നമ്മുടെ നമ്പേഴ്സ്. 9ൻ്റെയും 15ൻ്റെയും LCM കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് LCM കാണുക? നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി LCM കാണാം. എന്ത് വരും? 3ഉം 5ഉം വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ LCM എത്രയായിരിക്കും? 5 × 3 × 3 എത്രയായിരിക്കും? 5 × 3 × 3 എന്ന് പറയുമ്പോൾ 45 ആയിരിക്കും നമ്മുടെ LCM. 45 ആയിരിക്കും LCM. നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട്? LCMൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുള്ള LCM 45 ആണെന്ന് കിട്ടി. നമുക്ക് തന്നിട്ടുള്ള റിമൈൻഡർ എത്രയാണ്? 7 ആണ്. ഈ 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 52 നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 2ഓ അതിലധികമോ നമ്പേഴ്സ് തന്നിട്ട്, ഇപ്പോൾ ഇവിടെ 9ഉം 15ഉം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? 9ൻ്റെയും 15ൻ്റെയും LCM ആദ്യം കണ്ടുപിടിക്കുക. LCMൻ്റെ കൂടെ നമുക്ക് എത്രയാണോ റിമൈൻഡർ കിട്ടുന്നതെന്ന് പറഞ്ഞത് അത് ആഡ് ചെയ്യുക. 9ൻ്റെയും 15ൻ്റെയും റിമൈൻഡർ LCM എത്രയാണ്? 45 ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 52 കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ടീച്ചർ ഡ്രൈവിംഗ് ഹിസ് വെഹിക്കിൾ അറ്റ് 24 km/h reaches the school 5 minutes later. If he had driven the car 25% faster, she would have reached 4 minutes earlier. അപ്പോൾ ഹൗ ഫാർ ഈസ് ദ സ്കൂൾ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഒരു ടീച്ചർ 24 km/h സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ അവർ 5 മിനിറ്റ് ലേറ്റായി. ഇനി അവർ 25% സ്പീഡ് കൂട്ടി സഞ്ചരിക്കുകയാണെങ്കിൽ അവർ 4 മിനിറ്റ് നേരത്തെ എത്തും. അപ്പോൾ ഈ സ്കൂളും ഈ ടീച്ചറുടെ വീടും തമ്മിലുള്ള ദൂരം എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ എളുപ്പത്തിലൊരു ഫോർമുല ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്: 72, 36, 48 and 18. അപ്പോൾ ഇതിൻ്റെ ഫോർമുല സിമ്പിളാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു S1 into S2 divided by S1 minus S2 into ടൈം ഡിഫറൻസ്. ടൈമിൻ്റെ ഡിഫറൻസ് ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്കൂളും വീടും തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഈ S1ഉം S2ഉം എന്താണ്? 2 സ്പീഡുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? S1ഉം S2ഉം കണ്ടുപിടിക്കണം. S1 എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം. അതെന്താണ്? 24 km/h ആണ്. ഇനി S2 എന്താണ്? S1ൻ്റെ 25% സ്പീഡിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ എന്താണ്? 24ൻ്റെ 25% ഇരട്ടി എത്രയായിരിക്കും? 125. നമ്മളെങ്ങനെ കാണുക? 125 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25% ഇരട്ടി എന്ന് പറയുമ്പോൾ 125 × 100 ചെയ്താൽ മതി. ഇത് എത്ര കിട്ടും? 125 ഡിവൈഡഡ് ബൈ 100. ഇവിടെ 5 വരും, ഇവിടെ 4 വരും. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 24 ചെയ്താൽ 6 വരും. ആൻസർ എന്ത് വരും? 6 × 5 30 കിലോമീറ്റർ വരും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? S1ഉം S2ഉം കണ്ടുപിടിക്കാം. ഇനി ഓക്കെ, അപ്പോൾ S1ഉം S2ഉം കിട്ടി. S1 24 ആയിരുന്നു, S2 നമുക്ക് കിട്ടിയത് 30 km/h. നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ ടൈം ഡിഫറൻസ് നമുക്ക് എത്രയാണ്? 5 മിനിറ്റ് ലേറ്ററും പറഞ്ഞിട്ടുണ്ട്, പിന്നെ 4 മിനിറ്റ് ഏർലി എത്തുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ടൈം ഡിഫറൻസ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 5 + 4 9 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്ത് വരും? 24 × 30 ഡിവൈഡഡ് ബൈ 24 - 30 അല്ലെങ്കിൽ
30 മൈനസ് 24 ഇട്ടാലും കുഴപ്പമില്ല. ഇൻറ്റു ടൈം ഡിഫറൻസ് എന്താണ്? ആദ്യം ലേറ്റർ ആയിരുന്നു, അതെന്താണ് 5 മിനിറ്റ് ലേറ്റർ ആയിരുന്നു. പിന്നെ ഏർലിയർ ആണ്, അത് 4 മിനിറ്റ് ഏർലിയർ ആണ്. ഇപ്പോൾ രണ്ടും ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? ടൈം ഡിഫറൻസ് 9 മിനിറ്റ് കിട്ടും. 9 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഈ 9 എന്നുള്ളത് മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിയെല്ലാം നമുക്കറിയാം, 24 ആയാലും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ 30 ആയാലും എല്ലാം എന്താണ്? കിലോമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ മിനിറ്റിനെ അവറിലോട്ടാക്കണം. എന്ത് ചെയ്യാം? ബൈ 60 ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 24 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 30 മൈനസ് 24 ആയിരുന്നു, 6 കിട്ടും, ഇൻറ്റു 9/60. അപ്പോൾ ഇതും ഈ 13ഉം ഈ 60യും നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടും. അതേപോലെ ഈ 6ഉം ഈ 24ഉം ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? 4 ഇൻറ്റു 9 36 ഡിവൈഡഡ് ബൈ 2 വരുമ്പോൾ എന്ത് വരും? 18 വരും. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. വളരെ ഈസിയായി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 18. ഓക്കെ, അപ്പോൾ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ടൈംസ് ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻ സ്ട്രേറ്റ് ലൈൻ ഇൻ 24 hours? ഇത് കഴിഞ്ഞ 2017 ഒരു എസ്ഐയുടെ എക്സാം നടന്നിരുന്നു. ആ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഹൗ മെനി ടൈംസ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻ ദ സ്ട്രേറ്റ് ലൈൻ 12 hours എത്ര തവണ ഹാൻഡ്സ് ഓഫ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഇതിന് ആൻസർ കാണാം. അതിന് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. അതിൽ ആദ്യത്തെ കാര്യം, നമ്പർ ഓഫ് ടൈംസ് ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഓവർലാപ്പ് ഇൻ 24 hours. 24 മണിക്കൂറിൽ എത്ര തവണ 2 ഹാൻഡുകളും 2 മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓവർലാപ്പ് ചെയ്ത് വരുന്നു? എത്ര തവണ ഓവർലാപ്പ് ചെയ്യും 24 മണിക്കൂറിൽ? 22 തവണയാണ് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓവർലാപ്പായിട്ട് വരിക. അതായത് ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് വരിക. ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം? എന്താ ഓർത്ത് വയ്ക്കേണ്ടത്? നമ്പർ ഓഫ് ടൈംസ് ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കെയിം ഓപ്പോസിറ്റ് ഇൻ 24 hours. 2 ക്ലോക്കുകളും മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓപ്പോസിറ്റായിട്ട് വരിക. നേരത്തെ നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഓപ്പോസിറ്റായിട്ട് വരിക. അത് എത്ര തവണയായിരിക്കും? അതും 22 ടൈംസ് ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ടൈംസ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ എത്ര തവണ വരും? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9ഉം 3, അതുപോലെ തന്നെ 10, 6 അങ്ങനെയൊക്കെ വരുമല്ലോ. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈനിൽ 2 ക്ലോക്കും 2 ഹാൻഡ്സും എത്ര തവണ വരുന്നതാണ്. അതിന് ആൻസർ 44 ആണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് 24 hours. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? 12 hours. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പകുതി കണ്ടാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ സ്ട്രെയിറ്റ് ലൈനിൽ എത്ര തവണ വരുന്നു എന്നാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ 24 മണിക്കൂറിൽ നമ്മൾ തന്നിട്ടുണ്ട് എത്രയാണ്? 44 ടൈംസ് ആണ്. അപ്പോൾ 12 hours എത്രയായിരിക്കും വരിക? 22 ടൈംസ് ആയിരിക്കും എന്ത് വരിക? ഓപ്ഷൻ ഡി 22 ടൈംസ് ആണ് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഒരേപോലെ വരിക. ഓക്കെ, ഇതുവരെ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനാണ്: ഫൈൻഡ് ദ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ ഫൈൻഡ് ദ സം ഓഫ് നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 200 and 700 വിച്ച് ആർ ദ മൾട്ടിപ്പിൾ ഓഫ് 5. ഇത് കഴിഞ്ഞ 2016 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നില്ല. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ വരുമ്പോൾ, മാത്സിൻ്റെ വീഡിയോ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓപ്ഷൻ എ 44,550, 34,440, 65,240, 32,000,
300. ഈ ഓപ്ഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു.